ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഏതൊക്കെ ബാങ്കുകൾ ചേർന്നാണ് പ്രസിഡൻസി ബാങ്ക് നിലവിൽ വരുന്നത്? ആൻസർ ഇവ മൂന്നും. ബംഗാൾ, മുംബൈ, മദ്രാസ്. നോട്ടുകൾ അച്ചടിച്ചിറക്കാനുള്ള പ്രസിഡൻസി ബാങ്കിന്റെ അധികാരം നിർത്തലാക്കിക്കൊണ്ട് പേപ്പർ കറൻസി നിയമം നിലവിൽ വന്നതെന്ന്? 1861. ഇന്ത്യൻ കറൻസിയുടെ പോരായ്മകൾ വിശദീകരിക്കുന്ന പുസ്തകമായ ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ദ ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ആര്? ഡോക്ടർ BR അംബേദ്കർ. റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് നിലവിൽ വന്നതെന്ന്? 1935. ഒരു സ്വകാര്യ ബാങ്ക് ദേശസാത്കരിക്കാൻ ഗവൺമെൻറ് ആ ബാങ്കിൻ്റെ ഓഹരിയിൽ നിന്ന് എത്ര ശതമാനത്തിലേറെയാണ് വാങ്ങേണ്ടത്? 50%. 1955 മുതൽ ഇന്ത്യൻ ബാങ്ക് അറിയപ്പെടുന്നത്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാത്കരിക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാത്കരണം 1980 നടക്കുമ്പോൾ എത്ര ബാങ്കുകളാണ് ദേശസാത്കരിച്ചത്? 6. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.